ഹലോ ഗൈസ്, വെൽക്കം ടു യൂറോപ്യൻ ഡ്രീംസ്. ഇന്ന് ഞാനും അവന്തിയും ദീപോട്ടനും കൂടി മ്യൂണിക് ടൗണിലേക്ക് വരെ ഒന്ന് പോവാണ് കേട്ടോ. ജർമ്മനിയിൽ വന്നിട്ട് ഞങ്ങളിവിടെ ടൗൺ ഏരിയയിലൊന്നും അധികം പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് മ്യൂണിക് ടൗണിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല റഷാണ് കേട്ടോ. ഇതിനെ ബിയർ ഫെസ്റ്റ് എന്നും പറയും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഇവിടുത്തെ ഭയങ്കര ഫെസ്റ്റിവലാണ് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിനു വേണ്ടി മീൻസ് ഈ ഫെസ്റ്റിവൽ കാണാനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിയർ ഫെസ്റ്റ് ആണല്ലോ, അത്യാവശ്യം എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. സമയം ഏകദേശം ഉച്ചയായി. നല്ല വെയിലും ഉണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഇതേപോലെ വെള്ളം കുടിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ടാണ് വെള്ളം കളക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിൽ വാട്ടർ ബോട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കൈ വെച്ചിട്ട് തന്നെയാണ് ഇവിടുന്ന് വെള്ളം കുടിച്ചത്. ഒരുപാട് ആൾക്കാർ ഇതേപോലെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ആരും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു. ടൗണിനടുത്തായിട്ട് തന്നെ പല അട്രാക്ഷൻസും ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരും എന്ന് വെച്ചാൽ ഈവൻ അവരങ്ങനെ ഡാർക്ക് കളേഴ്സോ അങ്ങനെയൊന്നും ഇല്ല പെയിൻറ്റിങ്ങിൽ. എല്ലാം നല്ല ഭംഗിയായിട്ട്, എന്താ പറയുക, ലൈറ്റ് കളേഴ്സ് ആയിരിക്കും, പക്ഷെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഓരോ ബിൽഡിങ്ങുകളൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു പാർക്കിലേക്കാണ് പോയത്. ഈ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു പാർക്കാണ്. അവിടെ ചെറിയൊരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്. ഈ ഗാർഡനിൽ ഫ്ലവേഴ്സ് ഒന്നും നമ്മൾ പറിക്കാനോ തൊടാനോ പാടില്ല. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സൈൻ ബോർഡ് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ സൈൻ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ആ ഫ്ലവേഴ്സ് ഒന്നും കട്ട് ചെയ്യരുത്. പിന്നെ ഞങ്ങൾ നടന്ന് അത്യാവശ്യം ഒരു തണലിലൊരു ഏരിയയിലേക്ക് മാറിയിരിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് അവിടെ ഒരാൾ ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അത് ഒരു കൗതുകം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾ കണ്ണ് കെട്ടിയിട്ടായിരുന്നു ഇൻസ്ട്രുമെൻ്റ് വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് മെല്ലെ നടന്ന് പുറത്തേക്ക് പോവുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരേ സൈഡിലേ കൂടെ തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നത് കണ്ട്, അങ്ങനെ ഞങ്ങൾ അവരെ പിറകെ പോയപ്പോഴാണ് കണ്ടത് ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. ഒരുപാട് താറാവും അതുപോലെ തന്നെ അരയന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ഇവിടെ ഈ അരയന്നങ്ങൾക്കും താറാവിനൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കൊടുക്കാം. ചില റിവറിൻ്റെ അവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, സൈൻ ബോർഡൊക്കെ ഉണ്ട്.
പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇതേപോലെ അവരുടെ കയ്യിലുള്ള ഫുഡൊക്കെ റിവറിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും വെള്ളത്തിൽ കൂടെ എല്ലാം ഒരുപാട് പേര് ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്ന് നോക്കി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെ ഈ വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. ജർമ്മനി മ്യൂണിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മർ ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പാർക്കിൽ ഇതേപോലെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതേപോലെ ഡൈവ് ചെയ്യും. ഇവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല എന്നൊക്കെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ആൾക്കാർ ഇതേപോലെ ഒഴുകി പോവും. അങ്ങനെയാണ്. എൻഡിലെത്തി കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ തിരിച്ച് നടന്നു വരുവാണ് ചെയ്യുന്നത് കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഇതേപോലെ സ്വിമ്മ് ചെയ്യല്ല, ഡൈവ് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മളെ കയ്യിൽ സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അതേപോലെ ഈ കാണുന്നതാണ് ഈ വെള്ളത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന പോയിന്റ്. അങ്ങനെ ഇതിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ അവിടുന്ന് തിരിച്ച് ഇതേപോലെ നടന്ന് നേരെ ഒരു വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളും വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് യൂറോപ്യൻ ഡ്രീം. സീ യു സൂൺ.